ഹലോ കേസ് ജമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. വിഷമിച്ചിരിക്കുന്ന ശ്രുതിയെ ചന്ദ്രമതി എന്ന് ആശ്വസിപ്പിക്കുന്നൊക്കെയുണ്ട്. അപ്പോൾ ശ്രുതി പറയും, എന്നാലും ആൻറ്റി സച്ചി പറഞ്ഞ കേട്ടില്ലേ, എനിക്കങ്ങ് നന്നായിട്ട് ഫീൽ ചെയ്തെന്ന്. അത് മോളെ അവൻ്റെ വായ അങ്ങനെയൊക്കെയല്ലേ, ഇനിയിപ്പോൾ അവൻ്റെയും രേവതിയുടെയൊക്കെ വായ അടപ്പിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, മോളുടെ അച്ഛൻ ഈ മലേഷ്യയിൽ നിന്ന് ഇങ്ങോട്ട് വരണമെന്ന് എന്ന് പറഞ്ഞ് ആദ്യം ശ്രുതി ഒന്ന് ഞെട്ടുന്നുണ്ട്. അത് പിന്നെ ആൻറ്റി അച്ഛൻ അങ്ങനെയൊന്നും വരാൻ പറ്റില്ല, ഞാൻ അച്ഛനുമായിട്ട് അത്ര നല്ല ടേംസിലൊന്നും അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും സാരമില്ല മോളെ, അദ്ദേഹത്തിന് മോളോട് ഒരു ദേഷ്യവും ഇല്ല, അതുകൊണ്ടല്ലേ മോൾ ഇന്നാൾ കാശ് ചോദിച്ച് ഉടനെ തന്നെ കാശ് അയച്ചു തന്നെന്നൊക്കെ. അന്നേരം ശ്രുതി നിന്ന് പരുങ്ങുന്നൊക്കെ ഉണ്ട്. അന്നേരം പറയുന്നുണ്ട്, ഇനി എന്തായാലും മോൾ അച്ഛനെ ഒന്ന് വിളിക്ക്, എന്നിട്ട് പറ ഈ പൊങ്കലിന് മുമ്പ് മോളെ വന്നൊന്ന് കാണാൻ പറയാൻ പറയും. ഞാൻ അങ്ങനെ വിളിക്കത്തൊന്നുമില്ല ആൻറ്റി, ഞാൻ ഇതുവരെ വിളിച്ചിട്ടേ ഇല്ലെന്നൊക്കെ പറയും. അതൊന്നും സാരമില്ല മോൾ, ഇനി അങ്ങ് വിളിച്ചാൽ മതി, എങ്ങനെയും വിളിച്ചിട്ട് പറ, ഇങ്ങോട്ടൊന്ന് വരാൻ പറയാൻ പറയും. അന്നേരത്തേന് പറയും, അത് അങ്ങനെ വരാൻ പറ്റില്ല, അച്ഛൻ ഇപ്പം ജർമ്മനിയിലാണ് ഉള്ളതെന്ന് പറയും. എന്നാൽ മോടെ കൊച്ചച്ഛനോട് വരാൻ പറയാൻ പറയും. കൊച്ചച്ഛൻ എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെയുള്ള പരുവത്തിൽ ഇങ്ങനെ ശ്രുതി നിന്ന് പരുങ്ങുന്നുണ്ട്. അല്ല, അന്ന് എന്നെ ഫോൺ വിളിച്ചില്ലായിരുന്നു കൊച്ചച്ഛൻ, എന്ത് സ്നേഹമുള്ള ആളായിരുന്നു, എന്നാൽ കൊച്ചച്ഛനോട് വരാൻ പറഞ്ഞാൽ മതി എന്ന് പറയും. ഒന്ന് വന്നിട്ട് പോവും, പിന്നെ മോള് കണ്ടതല്ലേ വർഷയുടെ അമ്മ എന്തെല്ലാം സാധനങ്ങളാണ് കൊണ്ടുവന്നേ, അതുപോലെ തന്നെ മോടെ അച്ഛനോടും പറ ഇങ്ങോട്ട് കുറച്ച് സാധനമൊക്കെ കൊണ്ടുവരാൻ പറ എന്നൊക്കെ പറയും. ശ്രുതി നിന്നങ്ങ് ഉരുകുകയാണ്. എന്ത് ചെയ്യും, എവിടുന്ന് കൊണ്ടുവന്ന് കൊടുക്കുന്ന കാര്യമാണ്, ഒരു ഗതിയില്ലാതിരിക്കുന്ന ശ്രുതിയാണ് ഈ പൊങ്ങച്ചൻ പറഞ്ഞിങ്ങനെ നിൽക്കുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ശ്രുതി നിന്നങ്ങ് പരുങ്ങാണ്. അച്ഛനും കൊച്ചച്ഛനും ഒന്നുമില്ല, അന്നേരം ഇത് എവിടെ ഒപ്പിക്കും ഇതിനെല്ലാം എന്നോർത്താണ് ശ്രുതി നിൽക്കുന്നത്. അന്നേരം പറയും, എന്തായാലും മോള് കൊച്ചച്ഛനോടെങ്കിലും വരാൻ പറയണമെന്ന് പറയും. വന്നേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ സച്ചിൻ രേവതിയൊക്കെ മോളെ ഒട്ടും സമാധാനം തരത്തില്ല, ഇങ്ങനെ പറ്റത്തില്ല, മോൾ എങ്ങനെയും അവരെ വിളിച്ച് വരുത്തണം കേട്ടോ എന്നൊക്കെ പറയും. ശരി ആൻറ്റി, എന്നാൽ കൊച്ചച്ഛനോട് വരാൻ പറയാം എന്നൊക്കെ ശ്രുതി അങ്ങ് സമ്മതിക്കുകയാണ്. എന്നിട്ട് മനസ്സിൽ ഓർക്കുന്നുണ്ട്, എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ, അല്ലെ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ലെന്ന്. എന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെന്ന് കൂട്ടുകാരിയോട് പറയുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരി പറയുന്നുണ്ട്, എന്തായാലും അത് ആ വർഷയുടെ അമ്മ വന്നതാണ് ഏറ്റവും വലിയ പ്രശ്നമായി പോയത്, അത് ഇത്രയും സാധനമൊക്കെ കൊണ്ട് അവരിങ്ങനെ കൊണ്ടുവന്ന് കാണിച്ചുകൊണ്ടല്ലേ നിൻ്റെ അമ്മായിയമ്മയ്ക്ക് ഇപ്പം ഇത്രയും പ്രശ്നങ്ങളുണ്ടായത്, നീയും ഇതുപോലൊക്കെ കൊണ്ടുവരണമെന്ന്. അത് തന്നെയല്ല കാരണം, നിൻ്റെ ഭർത്താവ് ഇതിനൊരു കാരണക്കാരനാണ്, നീ വെറുതെ എന്തിനാ സച്ചിയെ കയറി ചൊറിയാൻ പോയത്, സച്ചിയോട് ഇങ്ങനെ വർഷയുടെ അമ്മ കൊണ്ടുവന്നതിൻ്റെ കണക്കൊക്കെ പറയാൻ പോയത് കാരണമല്ലേ സച്ചിയുടെ വായിലിരിക്കുന്ന കേൾക്കേണ്ടി വന്നതും നിൻ്റെ അമ്മായിമ്മ ഇപ്പം നിനക്ക് ഇങ്ങനെയുള്ള ഒരു ഇത് പറഞ്ഞു തന്നതും. അതുകൊണ്ട് നിൻ്റെ ഭർത്താവിനോട് അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ പറയണമെന്ന് പറഞ്ഞ് കൂട്ടുകാരി അങ്ങ് വഴക്ക് പറയുന്നുണ്ട്. എന്നാലും ഞാൻ ഈ ഊരാ കൊടുക്കുന്ന എങ്ങനെയാണ് ഊരി പോകുന്നത് എനിക്കറിയത്തില്ല, വർഷയുടെ അമ്മ കുറേ സാധനങ്ങൾ കൊണ്ടുവന്നങ്ങ് കാണിച്ച്, അവർക്ക് ഭയങ്കര ആഡംബരം, അവരിതെല്ലാം കൊണ്ടുവന്നങ്ങ് കാണിച്ചോളും. അപ്പോൾ എൻ്റെ അമ്മായിമ്മ ഇതുപോലെ തന്നെ എന്തൊക്കെയോ എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്, ഞാൻ എവിടുന്ന് കൊടുക്കാനാ, രേവതിയുടെ അമ്മയാണ് ഒരു തട്ടെങ്കിലും ആയിട്ട് വന്നു, എനിക്കാണ് ഒരു തട്ട് പോലും കൊണ്ടുവരാൻ ആരുമില്ല, താനും കൊണ്ടുതരാനുള്ള ഒരു ഗതിയും ഇല്ലെന്നുള്ള കാര്യം എനിക്കല്ലേ അറിയത്തുള്ളൂ. പക്ഷേ ഇനിയിപ്പോൾ ഇതിൽ എങ്ങനെയും ഒന്ന് പിടിച്ച് നിന്നേ പറ്റത്തുള്ളൂ, നീ എന്തെങ്കിലും ഒരു ബുദ്ധി പറഞ്ഞു തരാൻ പറയും. ഞാനെന്ത് ബുദ്ധി പറഞ്ഞു തരാനാണെന്ന് കൂട്ടുകാരും ചോദിക്കുന്നുണ്ട്. അതല്ല, നീ എങ്ങനെയും എന്നെ ഒന്ന് സഹായിക്കണം, അല്ലാതെ ഒരു വഴി നടക്കത്തില്ല എന്നൊക്കെ പറയുമ്പോഴത്തേന് കൂട്ടുകാർ പറയും, എന്നാൽ വാ നമുക്ക് വേറൊരാളെ കാണാൻ പോവാം, അത് കഴിഞ്ഞിട്ട് നമുക്കിത് തീരുമാനിക്കാമെന്ന് പറയും. ആരെയാന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശ്രുതി. അതൊക്കെ നീ ചെന്ന് കണ്ടേച്ച് വരാമെന്ന് പറഞ്ഞ് ശ്രുതിയെയും വിളിച്ചുകൊണ്ട് കൂട്ടുകാരി പുറത്തേക്ക് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ഒരു ഇറച്ചിവെട്ടക്കടയാണ്. അവിടെ ഇറച്ചി വെട്ടിക്കൊണ്ടിരിക്കുന്ന ആൾ ഈ നാടകത്തിലൊക്കെ അഭിനയിക്കാൻ, സിനിമയിൽ അഭിനയിക്കാൻ ഒരുപാട് ആഗ്രഹമൊക്കെ ഉള്ള ഒരാളാണ്. അയാൾ സിനിമയിലെ ഓരോ സീനൊക്കെ കാണിച്ച് കൊടുത്തിട്ടൊക്കെയാണ് ഇറച്ചിയൊക്കെ കൊടുക്കുന്നത്. അങ്ങനെയൊക്കെ ഇയാൾ ഓരോ അഭിനയമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ശ്രുതിയും കൂട്ടുകാരിയും കൂടെ അങ്ങോട്ട് വരുന്നത്. അപ്പം ബീരാനിക്ക എന്ന് പറഞ്ഞ് ഈ കൂട്ടുകാരി വിളിക്കുന്നുണ്ട്. എന്ന് പറയും, ഞാനിപ്പം വരാമെന്ന് പറഞ്ഞ് ഇറങ്ങി വന്നിട്ട് ചോദിക്കും, എന്താ നിൻ്റെ അസോസിയേഷനിൽ വീണ്ടും നാടകം വല്ലതും ഉണ്ടോ, ഞാൻ ഈയിടെ കളിച്ച നാടകം എങ്ങനെ ഭയങ്കര വൈറലല്ലായിരുന്നോ എന്നൊക്കെ ചോദിച്ച് പുള്ളിക്കാരൻ അങ്ങ് പൊക്കി അങ്ങ് പറയുകയാണ് പുള്ളിയെക്കുറിച്ച് തന്നെ. അന്നേരത്തേന് പറയും, അങ്ങനെയല്ല, ഞാനൊരു സിനിമയിലുള്ള ചാൻസുമായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് പറയും കൂട്ടുകാരി. സിനിമയോ, എന്നെ സിനിമയിലെടുത്തോ എന്ന് ചോദിച്ച് വീരാനിക്ക എന്ന് പറയുന്ന ആൾ കിടന്ന് തുള്ളുകയാണ്. അന്നേരത്തേന് പറയും, അതല്ല, എനിക്കിപ്പം അങ്ങനെ ഒരാളെ പരിചയം ഉണ്ടായിരുന്നതുകൊണ്ട് അവർ വഴി ഞാൻ അറിഞ്ഞതാണ്, ജോഷി സാറും മോഹൻലാലും ഒക്കെ അഭിനയിക്കുന്ന സിനിമയിലാണ് ചാൻസ് വന്നിരിക്കുന്നത്. പക്ഷേ അതിനു മുമ്പ് ഒരു കാര്യമുണ്ട്, ഈ നിൽക്കുന്നത് എൻ്റെ കൂട്ടുകാരിയാണ്, അവളുടെ വീട്ടിൽ ഒരു കൊച്ചച്ഛനായിട്ട് എന്നൊന്ന് അഭിനയിക്കണമെന്ന് പറയും. എന്തോ ഒരു ഉടായിപ്പാണല്ലോ, അതുകൊണ്ട് ഞാൻ ഇല്ല ഈ കേസിനെന്ന് പറയും. അതല്ലെന്ന്, ഇത് സിനിമയിൽ അഭിനയിക്കണമെന്നുണ്ടെങ്കിൽ മതി, ഇത് ശരിക്കും ഒരു ഓഡീഷനായിട്ട് കരുതിയാൽ മതി, അവർ
പല ആംഗിളിൽ ക്യാമറ വെച്ചിട്ടാണ് ഇവളുടെ വീട്ടിലെ കൊച്ചച്ഛനായിട്ട് ചെല്ലുന്ന ഭാഗം ഷൂട്ട് ചെയ്ത് നോക്കും. എന്നിട്ട് ആ ഓഡീഷനിൽ പാസ്സാകുകയാണെങ്കിൽ മാത്രമേ സിനിമയിൽ എടുക്കത്തുള്ളൂ പറയുന്നുണ്ട്. ആണോ? അങ്ങനെയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ അഭിനയിക്കാം എന്ന് പറയും. അയാൾ സമ്മതിക്കും. എന്നിട്ട് പിന്നെ ഇവരെ ബുക്ക് ചെയ്തിട്ട് പിന്നെ ശ്രുതിയും കൂട്ടുകാരിയും കൂടെ അങ്ങ് പോവുകയാണ്. എന്നിട്ട് ഇടയ്ക്ക് വെച്ച് ശ്രുതി പറയുന്നുണ്ട്, അത് തന്നെയല്ല, ഒരാളെ എങ്ങനെയും ഒപ്പിച്ചുകൊണ്ട് വരാം എടി, എന്നാലും പക്ഷേ ഇവർ വരുമ്പോൾ തട്ടും, അതിനനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ വേണ്ടേ, അത് എവിടെ നിന്ന് ഒപ്പിക്കുമെന്ന് ചോദിക്കും. ശ്രുതിക്കൊരു ഒരു ചെയിനെങ്കിലും കൊടുക്കണം, എവിടെ നിന്ന് ഒപ്പിക്കുന്നതാണ് കാശെന്ന് ചോദിക്കും. അത് നിൻ്റെ കാശുണ്ടോ എന്ന് ചോദിക്കും. എൻ്റെ കയ്യിൽ എവിടെ നിന്നാണ് കാശ്? എൻ്റെ കയ്യിലും ഇല്ല, എന്നാൽ നമുക്ക് ആരോടെങ്കിലും പലിശയ്ക്ക് കാശ് എടുക്കാമെന്ന് പറയുന്നുണ്ട്. ആരോടാ മേടിക്കണ്ടേ, എങ്ങനെ കൊടുക്കും എന്നൊക്കെ ഇവർ ചോദിക്കും. എന്നാൾ മേടിച്ചില്ലായിരുന്നു നീ ആൻ്റണി എന്ന് പറഞ്ഞ ഒരാൾ, അയാളുടെ കയ്യിൽ തന്നെ വീണ്ടും ചോദിക്കാമെന്ന് കൂട്ടുകാരി പറയും. അയാൾക്ക് കൊടുക്കാനുണ്ടല്ലോ പൈസ വീണ്ടും, പിന്നെ പലിശ കൊടുത്തുകൊണ്ട് സ്ഥിരമായിട്ട് ഇരിക്കുന്നുണ്ട്, വീണ്ടും ഒന്ന് ചോദിച്ചു നോക്കാം അല്ലേ എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരുടെ ആൻ്റണി എന്ന് പറയുന്ന ആളുടെ അടുത്തോട്ട് പോകുന്നുണ്ട്. ആ ഓഫീസിൽ ആൻ്റണി എന്ന് പറയുന്ന ആളുടെ അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്യുന്നത് രേവതിയുടെ ആങ്ങളെയാണ്. അപ്പോൾ സച്ചിയുടെ കൂട്ടുകാരൻ അവിടെ പൈസ അടയ്ക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടുകാരനെ കാണുമ്പം രേവതിയുടെ ആങ്ങള ഒന്ന് പരിങ്ങുന്നൊക്കെയുണ്ട്. അന്നേരം ആ ഓഫീസിലേക്കാണ് ശ്രുതിയും കൂട്ടുകാരിയും കൂടെ വരുന്നതായിട്ട് കാണിക്കുന്നത്.